നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇടുക്കിയിൽ ശക്തമായ മഴ തുടരുന്നു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ജില്ലയിലെ 5 അണക്കെട്ടുകൾ ഉയർത്തി. കുമളി ചെക്ക് പോസ്റ്റിന് സമീപം ലോറിയിൽ മരം വീണ ഒരാൾ മരിച്ചു. വട്ടവടയിൽ കനാലിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ശക്തമായ മഴയെ തുടർന്ന് വണ്ടിപ്പെരിയാർ വാളാടി എസ്റ്റേറ്റിൽ തൊഴിലാളികൾ താമസിക്കുന്ന ലയത്തിന് മുകളിലേക്ക് വൻമരം കടപുഴകി വീണു. ലയത്തിന്റെ വശത്തായി നിർത്തിയിട്ടിരുന്ന 2 ഓട്ടോറിക്ഷകളും മരത്തിനടിയിൽപ്പെട്ടു. മഴ കനത്തതോടെ മണ്ണിടിച്ചിൽ ഭീഷണിയിൽ മൂന്നാർ അന്തോണിയാർ കോളനിയിലെ ജനങ്ങൾ. വണ്ടിപ്പെരിയാർ സർക്കാർ പോളിടെക്നിക് കോളേജിൽ രജത ജൂബിലിയോടനുബന്ധിച്ച് നിർമ്മിച്ച പുതിയ അക്കാദമിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. പുതുതായി നിർമ്മിച്ച അക്കാദമിക് ബ്ലോക്കിലെ പുതിയ കമ്പ്യൂട്ടർ ലാബിൽ ഓൺലൈൻ പരീക്ഷാ സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ലെങ്കിലും കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ്. ആശുപത്രികളിൽ അനാവശ്യ സന്ദർശനം ഒഴിവാക്കണമെന്ന് മുന്നറിയിപ്പ്. വിശദമായ വാർത്തകൾ. ഇടുക്കിയിൽ ശക്തമായ മഴ തുടരുന്നു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ജില്ലയിലെ 4 അണക്കെട്ടുകൾ ഉയർത്തി. മഴക്കെടുതിയിൽ ഇതുവരെ 4.35 കോടി രൂപയുടെ കൃഷിനാശം ഉണ്ടായതായാണ് കണക്കുകൾ. മഴ തുടരുന്നതിനാൽ ജില്ലയിലെ മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ, ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വെള്ളിയാഴ്ച കളക്ടർ അവധി പ്രഖ്യാപിച്ചു. ജില്ലയുടെ പല മേഖലകളിലും അതിശക്തമായ മഴ തുടരുകയാണ്. പലയിടങ്ങളിലും മരം കടപുഴകി വീണും മണ്ണിടിഞ്ഞും അപകടങ്ങളുണ്ടായി. കുമളിയിൽ നിർത്തിയിട്ടിരുന്ന ലോറിക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണ ഒരാൾ മരിച്ചു. ചേലച്ചുവട് കത്തിപ്പാറയിൽ ഇരുചക്ര വാഹനത്തിന്റെയും കാറിന്റെയും മുകളിലേക്ക് മരം കടപുഴകി വീണു. അപകടത്തിൽ ബൈക്ക് യാത്രികന് പരിക്കേറ്റു. ഇദ്ദേഹത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശക്തമായ മഴയിലും കാറ്റിലും ജില്ലയിൽ 24 മണിക്കൂറിനിടയിൽ 62 വീടുകൾ തകർന്നതായാണ് കണക്കുകൾ. ഇതിൽ 6 വീടുകൾ പൂർണ്ണമായും 56 വീടുകൾക്ക് ഭാഗികമായും കേടുപാടുകൾ സംഭവിച്ചു. ജില്ലയിൽ ഇതുവരെ 112 വീടുകൾ തകർന്നതായാണ് കണക്കുകൾ. കൂടാതെ മഴ ശക്തമായതിനെ തുടർന്ന് 5 ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നു. 96.52 മില്ലിമീറ്റർ മഴയാണ് ജില്ലയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ പെയ്തത്. കൂടാതെ ജില്ലയിലെ 5 ഷട്ടറുകൾ തുറന്ന് ജലം പുറത്തേക്ക് ഒഴുക്കുന്നുമുണ്ട്. മലങ്കര, കല്ലാറകുട്ടി, പാംബ്ള, പൊന്മുടി, മൂന്നാർ ഹെഡ്വർക്സ് അണക്കെട്ടുകളാണ് തുറന്നിരിക്കുന്നത്. ഇടുക്കി, മുല്ലപ്പെരിയാർ അണക്കെട്ടുകളിലെ ജലനിരപ്പിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ അറിയിച്ചു. കൂടാതെ കനത്ത കാറ്റിലും മഴയിലും ജില്ലയിൽ 4.35 കോടി രൂപയുടെ കൃഷിനാശം സംഭവിച്ചതായാണ് കണക്കുകൾ. 285.13 ഹെക്ടർ സ്ഥലത്തെ വിവിധ കാർഷിക വിളകൾ നശിച്ചു. 2520 കർഷകരുടെ കൃഷിയാണ് നശിച്ചത്. മെയ് 15 മുതൽ 28 വരെയുള്ള കാലയളവിലെ പ്രാഥമിക കണക്കാണിതെന്ന് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അറിയിച്ചു. വാഴ, ഏലം, കുരുമുളക്, റബ്ബർ, കൊക്കോ എന്നിവയാണ് കൂടുതലായും നശിച്ചത്. മഴയും ശക്തമായ കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ ഒഴിവാക്കാനായി ജില്ലയിലെ മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ, ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും 30-ാം തീയതി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി അവധി പ്രഖ്യാപിച്ചു. റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമല്ലെന്നും ഉത്തരവിൽ പറയുന്നു. കുമളി ചെക്ക് പോസ്റ്റിന് സമീപം ലോറിയിൽ മരം വീണ ഒരാൾ മരിച്ചു. കോട്ടയം കുറിച്ചി സ്വദേശി ശ്രീജിത്ത് മനോജാണ് മരിച്ചത്. നിർത്തിയിട്ടിരുന്ന ലോറിക്കും ബസ്സിനും മുകളിലേക്ക് മരം ഒടിഞ്ഞു വീഴുകയായിരുന്നു. പാലായിൽ നിന്ന് പെരിയകുളത്തേക്ക് തടിലോടുമായി പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത്. നിർത്തിയിട്ടിരുന്ന ലോറിക്കും മറ്റൊരു ബസ്സിനും മുകളിലേക്ക് മരം ഒടിഞ്ഞു വീഴുകയായിരുന്നു. കേരള തമിഴ്നാട് അതിർത്തിയിലെ തമിഴ്നാട് ബസ് സ്റ്റാൻഡിന് സമീപമാണ് അപകടമുണ്ടായത്. ലോറിയിൽ ഉണ്ടായിരുന്ന ഡ്രൈവറെയും മറ്റൊരു സഹായിയെയും പരിക്കുകളോടെ രക്ഷിച്ചു. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ശ്രീജിത്തിന്റെ ശരീരം പുറത്തെടുക്കാനായത്. തുടർന്ന് മൃതദേഹം കുമളി ഗവൺമെന്റ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. തമിഴ്നാട് അതിർത്തിയിൽ നടന്ന സംഭവമായതിനാൽ അടുത്ത ദിവസം തമിഴ്നാട് കമ്പത്തെത്തിച്ച പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചതിനു ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അപകടത്തിൽ വാഹനത്തിനും കേടുപാടുകൾ സംഭവിച്ചു. പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. വട്ടവടയിൽ കനാലിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. വട്ടവട സ്വദേശി വിഷ്ണുവിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. കനാലിലേക്ക് തലകീഴായി കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹമെന്ന് പോലീസ് പറഞ്ഞു. ദേവികുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. കനാലിന് സമീപത്തായി വട്ടവട പഞ്ചായത്ത് ഓഫീസിന് സമീപം മണ്ണിടിച്ചിൽ സംഭവിച്ചിട്ടുണ്ട്. ഇതിന് സമീപത്തു നിന്നാണ് മൃതദേഹവും കണ്ടെത്തിയത്. ചെറിയ കനാലിൽ വീണ് മരണം സംഭവിച്ചതായാണ് പ്രാഥമിക നിഗമനം. കാലവർഷ മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ റെഡ് അലർട്ടിലെത്തിയ പൊന്മുടി അണക്കെട്ട് തുറന്നു. 3 ഷട്ടറുകൾ 20 സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയത്. 1 സെക്കൻഡിൽ
46,000 ലിറ്റർ വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത്. പന്നിയാർ പുഴയുടെ ഇരുകരകളിലുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. ആദ്യമായിട്ടാണ് മെയ് മാസത്തിൽ പൊന്മുടി അണക്കെട്ടിന്റെ ഷട്ടറുകൾ ഉയർത്തേണ്ടി വന്നത്. കഴിഞ്ഞ 4 ദിവസമായി പെയ്യുന്ന അതിശക്തമായ മഴയെ തുടർന്ന് പന്നിയാർ പുഴയിലൂടെ പൊന്മുടി അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിക്കുകയും അണക്കെട്ടിലെ ജലനിരപ്പ് പരമാവധി സംഭരണശേഷിയിൽ എത്തുകയും മഴ തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി പൊന്മുടി അണക്കെട്ടിന്റെ 3 ഷട്ടറുകൾ ഉയർത്തുകയുമായിരുന്നു. 3 ഷട്ടറുകൾ 20 സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയിരിക്കുന്നത്. ഒരു സെക്കൻഡിൽ 46,000 ലിറ്റർ വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത്. അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് വീണ്ടും ശക്തമായാൽ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. മെയ് മാസത്തിൽ ഇത്രയും ഒരു ഇൻഫ്ലോ ആദ്യമായിട്ടാണ് ഇവിടെ. കാരണം ജൂലൈ മാസത്തിലാണ് ഈ ഡാം തുറന്നിട്ടുള്ളത്. ഇപ്പം ഈ മെയ് മാസം തന്നെ ഈ ഇൻഫ്ലോ ആനയിറങ്ങൾക്ക് താഴേക്കുള്ള ആ ഒരു ഏരിയയും ഇതെല്ലാം കൂടെ ഇൻഫ്ലോ അവിടുത്തെ ഇൻഫ്ലോ എല്ലാം കൂടെ കൂടിയാണ് ഇപ്പം നമ്മുടെ രണ്ടാമത്തെ ഗേറ്റാണ് തുറന്നിരിക്കുന്നത്. മിഡിൽ ഗേറ്റ് 20 സെൻറ്റിമീറ്റർ തുറന്നു. നമുക്ക് ഓരോ മണിക്കൂർ കഴിയുമ്പോൾ അടുത്ത 2 ഗേറ്റ് ഉണ്ട്. ആകെ 3 ഗേറ്റാണുള്ളത്. അത് 20 സെൻറ്റിമീറ്റർ തുറക്കാനായിട്ട് കളക്ടറെ പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. എന്തായാലും മഴ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇതിങ്ങനെ തന്നെ നിൽക്കേണ്ടി വരും. ഇനി മഴ കുറേ ഒരു അബ്നോർമലായിട്ടുള്ളൊരു മഴയാണിത്. അതുകൊണ്ടാണ് ഈ സമയത്ത് ഇത് ഉണ്ടാകുന്നതല്ല. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് വന്നത്. അത് നമ്മളത് മാനേജ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഗേറ്റ് തുറന്ന് ഓരോ ഇതിലിപ്പോൾ 2020 വെച്ചിട്ട് അടുത്ത ഓരോ മണിക്കൂറിൽ തുറക്കും. പന്നിയാർ ഇലക്ട്രിക് പ്രോജക്ടിന്റെ ഭാഗമായുള്ള അണക്കെട്ടിൽ 4 ദിവസം മുമ്പ് വരെ സംഭരണശേഷിയുടെ 75% വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യമായിട്ടാണ് മെയ് മാസത്തിൽ പൊന്മുടി ഡാം തുറക്കുന്നത്. 707.75 അടിയാണ് പൊന്മുടി ഡാമിന്റെ പരമാവധി സംഭരണശേഷി. ഇപ്പോൾ 706.5 അടി വെള്ളമാണ് ഡാമിലുള്ളത്. ശക്തമായ മഴയെ തുടർന്ന് വണ്ടിപ്പെരിയാർ വാളാടി എസ്റ്റേറ്റിൽ തൊഴിലാളികൾ താമസിക്കുന്ന ലയത്തിന് മുകളിലേക്ക് വൻമരം കടപുഴകി വീണു. ലയത്തിന്റെ വശത്തായി നിർത്തിയിട്ടിരുന്ന 2 ഓട്ടോറിക്ഷകളും മരത്തിനടിയിൽപ്പെട്ടു. അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ വെട്ടിനീക്കണമെന്ന് മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ലെന്നാണ് പരാതി. വെളുപ്പിനെ 2:30യോടെയാണ് ശക്തമായ കാറ്റിലും മഴയിലും വണ്ടിപ്പെരിയാർ വാളാടി HML എസ്റ്റേറ്റ് തൊഴിലാളികളുടെ ലയത്തിനു മുകളിലേക്ക് വൻമരം കടപുഴകി വീണത്. വലിയ ശബ്ദം കേട്ട് പുറത്തിറങ്ങിയപ്പോഴാണ് തൊഴിലാളികൾ വിവരമറിയുന്നത്. മരം വീണതിനെ തുടർന്ന് ലയങ്ങളുടെ മേൽക്കൂര തകർന്നതിനൊപ്പം വീട്ടുപകരണങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. ലയത്തിനോട് ചേർന്ന് അപകടാവസ്ഥയിൽ നിൽക്കുന്ന വൻമരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് നാളുകളായി ആവശ്യപ്പെടുന്നതാണെങ്കിലും മാനേജ്മെന്റ് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് തൊഴിലാളികൾ പറഞ്ഞു. നേരത്തെ 2 വർഷத்துக்கு മുമ്പായിട്ട് ഇവിടെ ഒരു മരം വലിയ മരം ഇരുന്നത്. അത് മുറിച്ചപ്പോ ഒരു കൊപ്പ് വിളുന്ന് ഇത് മൊത്തം പോയായിരുന്നേ. അതിന്റെ പണിയൊന്നും ചെയ്തു തന്നിട്ടില്ല. എത്ര പ്രാവശ്യം നമ്മൾ പറഞ്ഞാലും ചെയ്തു തരാം. 2 ദിവസത്തേക്ക് ചെയ്യാം, 3 ദിവസം ചെയ്യാം. അതെ, അത്രേ ഉള്ളു. പിന്നെ ചെയ്താലും ഇവിടെ ഒന്നും ശരിയായിട്ടില്ല. എപ്പോ മറ്റേ വീടൊക്കെ ചോർച്ചയുണ്ട് മഴ സമയത്ത് വന്ന് ചെയ്ത് കൊടുക്കും. പിന്നെ അത് അടുത്ത മഴയ്ക്ക് അത് പോകും. ലയത്തിന് സമീപം നിർത്തിയിട്ടിരുന്ന തൊഴിലാളികളുടെ 2 ഓട്ടോറിക്ഷകളും മരം വീണതിനെ തുടർന്ന് തകർന്നു. സംഭവം അറിഞ്ഞ് ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ സ്ഥലം സന്ദർശിച്ചു. എത്രയും പെട്ടെന്ന് ഇവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. വണ്ടിപ്പെരിയാർ സർക്കാർ പോളിടെക്നിക് കോളേജിൽ പുതുതായി നിർമ്മിച്ച അക്കാദമിക് ബ്ലോക്കിലെ പുതിയ കമ്പ്യൂട്ടർ ലാബിൽ ഓൺലൈൻ പരീക്ഷാ സംവിധാനം ഏർപ്പെടുത്തുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. കോളേജിന്റെ രജത ജൂബിലിയോടനുബന്ധിച്ച് നിർമ്മിച്ച പുതിയ അക്കാദമിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുത്തൻ അറിവുകളുടെ സ്രഷ്ടാക്കളായി വിദ്യാർത്ഥികളെ മാറ്റുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. തൊഴിൽ ഉറപ്പു നൽകുന്ന പഠനമാണ് ഇപ്പോൾ പോളിടെക്നിക്കുകളിൽ നടക്കുന്നത്. എക്സ്പീരിയൻഷ്യൽ പഠനത്തിനാണ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത്. പോളിടെക്നിക്കുകൾ വളരെ നേരത്തെ തന്നെ ആ ദിശയിൽ പഠന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പ്ലേസ്മെന്റിന്റെ കാര്യത്തിൽ പോളിടെക്നിക്കുകൾ മറ്റെല്ലാ കലാലയങ്ങളെയും അതിശയിപ്പിക്കുന്ന പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. വണ്ടിപ്പെരിയാർ സർക്കാർ പോളിടെക്നിക് കോളേജിൽ പുതുതായി നിർമ്മിച്ച അക്കാദമിക് ബ്ലോക്കിലെ പുതിയ കമ്പ്യൂട്ടർ ലാബിൽ ഓൺലൈൻ പരീക്ഷാ സംവിധാനം ഏർപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. പ്രത്യേകിച്ച് പ്രവർത്തിമുഖ വിദ്യാഭ്യാസത്തിന് എക്സ്പീരിയൻഷ്യൽ ലേണിംഗിനാണ് നമ്മളിപ്പോൾ പ്രാധാന്യം നൽകുന്നത്. പോളിടെക്നിക് കലാലയങ്ങൾ വളരെ നേരത്തെ തന്നെ ആ ദിശയിൽ പഠന പ്രവർത്തനം കേന്ദ്രീകരിച്ചിട്ടുള്ള കോളേജുകളാണ്. ഈ അടുത്ത കാലത്തായി അത് കൂടുതൽ ത്വരിതഗതിയിൽ മുന്നേറിയിട്ടുണ്ട്. ഇപ്പോൾ ലേൺ വൈൽ യു ലേൺ, പഠനത്തോടൊപ്പം അല്പം സമ്പാദിക്കുക അല്ലെങ്കിൽ പഠനത്തോടൊപ്പം തൊഴിലാഭിമുഖ്യം വളർത്തുക, ഈ ലക്ഷ്യങ്ങളെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് നടപ്പാക്കുന്ന ഏൺ വൈൽ യു ലേൺ പദ്ധതി, അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് പ്രൊജക്റ്റുകൾ പോളിടെക്നിക്കുകൾ വളരെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. വണ്ടിപ്പെരിയാർ ഗവൺമെൻറ് പോളിടെക്നിക്കിലും
IOCയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല നിലയിൽ ഏറ്റെടുക്കണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി കിഫ്ബിയുടെ സഹായത്തോടെ കിറ്റ്കോയുടെ മേൽനോട്ടത്തിൽ 9.63 കോടി രൂപ ചെലവിലാണ് അത്യാധുനിക സൗകര്യങ്ങളോടെ ക്ലാസ് മുറികൾ, ലാബുകൾ, സെമിനാർ ഹാൾ എന്നിവയുൾപ്പെടുന്ന അക്കാദമിക് ബ്ലോക്ക് നിർമ്മിച്ചിട്ടുള്ളത്. 4 നിലകളിലായി പണികഴിപ്പിച്ചിരിക്കുന്ന പുതിയ അക്കാദമിക് ബ്ലോക്കിന് 32,000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുണ്ട്. പരിപാടിയിൽ വാടൂർ സോമൻ MLA അധ്യക്ഷനായിരുന്നു. ഡീൻ കുര്യാക്കോസ് MP മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അരിച്ചൻ നീർണാക്കുന്നേൽ, പീരുമേട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് SP രാജേന്ദ്രൻ, വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M ശ്രീരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ലെങ്കിലും കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. ഇന്നത്തെ കണക്കനുസരിച്ച് കേരളത്തിൽ മാത്രം 96 കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആശുപത്രികളിൽ അനാവശ്യ സന്ദർശനം ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ജലദോഷം, പനി, ശരീരമാസകലം വേദന, തലവേദന, വയറിളക്കം തുടങ്ങിയവയാണ് ലക്ഷണങ്ങൾ. രോഗപ്രതിരോധ ശേഷി കുറവുള്ള കുട്ടികളും വയോജനങ്ങളും ഉൾപ്പെടെയുള്ളവർ ശ്രദ്ധ പുലർത്തണമെന്നാണ് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. ഇക്കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ലെങ്കിലും മുഖാവരണം ഉപയോഗിക്കുക, ജനക്കൂട്ടങ്ങളിൽ നിന്ന് അകലം പാലിക്കുക, ഇടവിട്ട് കൈകഴുകുക തുടങ്ങിയവ ചെയ്യണം. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നുണ്ടെങ്കിലും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. മറ്റു രോഗമുള്ളവർ പൊതുപരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ നിർബന്ധമായും മാസ്ക് ധരിക്കണം. ആശുപത്രികളിൽ അനാവശ്യ സന്ദർശനവും ഒഴിവാക്കണം. ഇന്ത്യയിൽ കേരളം, മഹാരാഷ്ട്ര, തമിഴ്നാട് മുതലായ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിച്ചു. കേരളത്തിൽ ഇന്നത്തെ ഒരു സ്റ്റേജ് അനുസരിച്ച് ഏകദേശം 96ഓളം ആക്റ്റീവ് കോവിഡ് കേസസ് ഉണ്ട് എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ നമ്മൾ ഇതിൽ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ, പാനിക് ആകേണ്ടതുണ്ടോ എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ഈ കോവിഡ് തുടങ്ങിയ സമയത്തുണ്ടായിരുന്നത് പോലെയുള്ള ഒരു പ്രശ്നം ഇപ്പോഴില്ല. നമ്മൾ പാനിക് ആകേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ WHO-യുടെയും ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ നിർദ്ദേശപ്രകാരം ലോക്ക്ഡൗണോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ഉള്ളത് S181 എന്ന് പറയുന്ന സ്ട്രെയിനാണ് കൂടുതലായിട്ടുള്ളത്. അത് വളരെ വേഗം വ്യാപിക്കുന്നതാണ്. പക്ഷേ അതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് സാധാരണ നേരത്തെ ഉണ്ടായിരുന്നത് പോലെ തന്നെ ജലദോഷം, പനി, തലവേദന, ദേഹത്ത് വേദന മുതലായ പ്രശ്നങ്ങളാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. ഇപ്പോഴത്തെ സ്ട്രെയിനിന് ഒത്തിരി ആൾക്കാർക്ക് വൈറ്റ്ലെസ്സും ഒഴിച്ചിലും ഒക്കെ കാണുന്നുണ്ട്. എന്നാൽ ഇതിന് സിംറ്റമാറ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. പനിയുണ്ടെങ്കിൽ പനിക്ക് അങ്ങനെയുള്ള ഛർദി അങ്ങനെയുള്ള സിംറ്റമാറ്റിക് ആയിട്ടുള്ള മരുന്നുകൾ മാത്രമേ ആവശ്യമുള്ളൂ. ഹോസ്പിറ്റലൊന്നും അഡ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു പ്രശ്നങ്ങളൊന്നും നിലവിൽ ഇല്ല. എങ്കിലും കുട്ടികൾ അവരുടെ ഇമ്മ്യൂണിറ്റി കുറവായതുകൊണ്ടും അതുപോലെ തന്നെ പ്രായം ചെന്നവർ, ജിറാട്രിക് പേഷ്യൻസ്, അതുപോലെ ഇമ്മ്യൂണിറ്റി കുറവുള്ള കിഡ്നിക്ക് പ്രശ്നമുള്ളവർ, ഡയബറ്റിക് ഉള്ളവർ, അല്ലെങ്കിൽ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്കൊക്കെ ചികിത്സ എടുക്കുന്നവരൊക്കെ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇവർക്ക് ഇൻഫെക്ഷൻ വരാതെ ഇരിക്കുവാനായിട്ട് നോക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. നമ്മളുടെ ഭാഗത്തുനിന്നും നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് പഴയതുപോലെ നമ്മൾ മാസ്ക് ഉപയോഗിക്കുക. സർജിക്കൽ മാസ്ക് ഉപയോഗിച്ചാലും മതി. അതുപോലെ തന്നെ നമ്മൾ ഷേക്ക് ഹാൻഡ് കൊടുക്കാതിരിക്കുക, നമസ്കാരം കൊടുക്കുന്നതാണ് നല്ലത്. അതുപോലെ നമ്മൾ ഒത്തിരി ക്രൗഡിൽ പോകാതിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകുക. ഈ 3-4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാസ്ക് ഉപയോഗിക്കുക. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഈ ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ കുട്ടികളായിട്ടുള്ളവരാണെങ്കിൽ ഇപ്പോൾ ഇനി സ്കൂളൊക്കെ തുറക്കും. അസുഖമുണ്ടെങ്കിൽ പനി, ജലദോഷം, കഫക്കെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൽ റെസ്റ്റ് എടുക്കുക. സ്കൂളിൽ പോയി ബാക്കിയുള്ളവർക്കൂടെ കൊടുക്കാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. സ്കൂൾ അധികൃതരാണെങ്കിലും പനിയും ജലദോഷവുമുള്ള ആൾക്കാരെ സ്കൂളിലോട്ട് വിടരുത് എന്ന് നിർദ്ദേശിക്കണം. അല്ലാതെ സ്കൂളിൽ ആബ്സെൻ്റ് ആകരുത് എന്ന് പറയുന്നതിന് പകരം അസുഖങ്ങളുള്ളവരെ അങ്ങോട്ട് വരണ്ട എന്ന് തന്നെ നിർദ്ദേശിക്കുന്നതാണ് തീർച്ചയായിട്ടും നല്ലത്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കൊരു പരിധിവരെ ചുമ്മാ സാധാരണ ഒരു ഫ്ലൂ വരുന്നത് പോലെ ജലദോഷം, പനി, കഫക്കെട്ടായിട്ട് തന്നെ ഇപ്പോഴത്തെ ഈ ഇൻഫെക്ഷൻസും അങ്ങ് മാറിപ്പോയിക്കോളും. നമ്മൾ പേടിക്കേണ്ടതായിട്ട് യാതൊന്നും ഇല്ല. കോട്ടയം, തിരുവനന്തപുരം, എറണാകുളം, പത്തനംതിട്ട, തൃശൂർ ജില്ലകളിലാണ് രോഗബാധിതർ ഏറെയും. കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ കഴിഞ്ഞയാഴ്ച കോവിഡ് മരണവും റിപ്പോർട്ട് ചെയ്തിരുന്നു. കേരളത്തിന് പുറമെ മഹാരാഷ്ട്ര, ഡൽഹി, ഗുജറാത്ത്, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലും കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നതായാണ് കണക്കുകൾ. ആഗോളതലത്തിലും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കോവിഡിന്റെ 2ാം തരംഗത്തിലുണ്ടായ ഒമിക്രോണിന്റെ വകഭേദമായ JN1 ആണിപ്പോൾ പടർന്നു പിടിക്കുന്നതെന്നാണ് കരുതുന്നത്. അത്ര പേടിക്കേണ്ടതില്ലെങ്കിലും ജാഗ്രതയോടെ കൈകാര്യം ചെയ്യണമെന്നാണ് ലോകാരോഗ്യ സംഘടന അറിയിച്ചിരിക്കുന്നത്.
5 ദിവസത്തിനുള്ളിൽ ഭേദമാകുന്ന വകഭേദമാണിത്. ഇതിനായി അടിസ്ഥാന രോഗപ്രതിരോധ കാര്യങ്ങൾ വീണ്ടും തുടരണം. ആരോഗ്യവകുപ്പിന്റെ ദൈനംദിന നിർദ്ദേശങ്ങൾ പാലിക്കണം. രോഗലക്ഷണങ്ങൾ കണ്ടാലുടൻ വൈദ്യസഹായം തേടണമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. വണ്ടിപ്പെരിയാർ ഡൈമുക്കിലെ ഗൃഹനാഥനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ തെളിവ് നശിപ്പിച്ചതിന് ഭാര്യയും അറസ്റ്റിൽ. അഞ്ചുമുക്ക് പുതുപ്പറമ്പിൽ മോഹനനാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ മകൻ വിഷ്ണു നേരത്തെ അറസ്റ്റിലായിരുന്നു. കൊലപാതകം മറച്ചുവയ്ക്കൽ, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് കൊല്ലപ്പെട്ട മോഹനന്റെ ഭാര്യ കുമാരിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇവരുടെ മകൻ വിഷ്ണുവിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കടം വാങ്ങിയ പണം തിരിച്ചു ചോദിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിനിടെ മകൻ പിതാവിന്റെ തല കോൺക്രീറ്റ് സ്ലാബിൽ ഇടിക്കുകയായിരുന്നു. പ്രതി വിഷ്ണുവിനെ വീട്ടിലെത്തിച്ച തെളിവെടുപ്പും നടത്തി. ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കട്ടപ്പനയിൽ തകരാറിലായ ലിഫ്റ്റിൽ കുടുങ്ങി മരിച്ച പവിത്ര ഗോൾഡ് പാർട്ണർ സണ്ണി ഫ്രാൻസിസിന് നാടിന്റെ അന്ത്യാഞ്ജലി. പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾക്ക് ശേഷം പവിത്ര ഗോൾഡ് അങ്കണത്തിൽ മൃതദേഹം പൊതുദർശനത്തിന് എത്തിച്ചു. സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള നിരവധി പേരാണ് അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ എത്തിയത്. കട്ടപ്പന പുളിയന്മല റോഡിൽ പ്രവർത്തിക്കുന്ന പവിത്ര ഗോൾഡിലാണ് അപകടം നടന്നത്. സണ്ണി കയറിയ ലിഫ്റ്റ് വൈദ്യുതി നിലച്ചതിനെ തുടർന്ന് ഓഫാകുകയും പിന്നീട് നിയന്ത്രണമില്ലാതെ മുകളിലേക്ക് പോയി ഇടിക്കുകയും വീണ്ടും 3ാം നിലയിലെത്തി നിൽക്കുകയുമായിരുന്നു. കട്ടപ്പന അഗ്നിരക്ഷാസേന എത്തിയാണ് ലിഫ്റ്റ് തുറന്ന് സണ്ണിയെ പുറത്തെടുത്തത്. കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിരുന്നില്ല. തുടർന്ന് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾക്ക് ശേഷമാണ് പവിത്ര അങ്കണത്തിൽ മൃതദേഹം പൊതുദർശനത്തിന് എത്തിച്ചത്. സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള നിരവധി ആളുകൾ അന്തിമോപചാരം അർപ്പിക്കുവാനെത്തി. കട്ടപ്പന പവിത്ര ഗോൾഡ്, തേനി പവിത്ര ജുവലറി എന്നീ സ്ഥാപനങ്ങളുടെ മാനേജിംഗ് പാർട്ണറായിരുന്നു മരിച്ച സണ്ണി ജോസഫ്. പൊതുദർശനത്തിന് ശേഷം മൃതദേഹം കട്ടപ്പന അമ്പലക്കവല വീറ്റിപ്പടിയിലുള്ള വസതിയിലെത്തിച്ചു. അഡോണിന് കരൾ പകുത്തു നൽകാൻ അമ്മ തയ്യാറാണ്. ഇനി കണ്ടെത്തേണ്ടത് ചികിത്സാ ചെലവിനായുള്ള ഭീമമായ തുകയാണ്. ഗുരുതര കരൾ രോഗബാധിതനായ നെടുങ്കണ്ടം പച്ചടി സ്വദേശി 2ാം ക്ലാസ്സുകാരൻ അഡോണിന്റെ ചികിത്സാ ചെലവുകൾ കണ്ടെത്തുന്നതിന് കുടുംബം സുമനസ്സുകളുടെ സഹായം അഭ്യർത്ഥിക്കുന്നു. നെടുങ്കണ്ടം പച്ചടി സ്വദേശികളായ ഇലവുംകുന്നിൽ സിനോയിയുടെയും അനുമോളുടെയും മകൻ അഡോണാണ് അപൂർവമായ ഗുരുതര കരൾ രോഗബാധയെ തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. കരൾമാറ്റ ശസ്ത്രക്രിയയിലൂടെ കുട്ടിയെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനാകും. കരൾ പകുത്തു നൽകാൻ അമ്മ അനുമോൾ തയ്യാറാണ്. ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി 25 ലക്ഷത്തോളം രൂപ വേണം. എന്നാൽ കുടുംബത്തിന് ഈ തുക കണ്ടെത്താനുള്ള സാമ്പത്തിക ശേഷിയില്ല. കുട്ടിയുടെ ചികിത്സാ ചെലവുകൾ കണ്ടെത്തുന്നതിനായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. ചികിത്സയ്ക്ക് ആവശ്യമായ ഏതാണ്ട് 25 ലക്ഷത്തോളം രൂപ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ നെടുങ്കണ്ടത്തെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, വ്യാപാര വിവിധ മേഖലകളിൽപ്പെട്ട ആളുകൾ ഒത്തുചേർന്ന് ഒരു ചികിത്സാ സഹായ സമിതി രൂപീകരിക്കുകയും ആ ചികിത്സാ സഹായ സമിതിയുടെ നേതൃത്വത്തിൽ ഈ ചികിത്സാ സഹായ സമിതിയുടെ ചെയർപേഴ്സണായിട്ടുള്ള നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റാണി തോമസ്, കൺവീനറായിട്ടുള്ള നെടുങ്കണ്ടം പഞ്ചായത്തിന്റെ 20ാം വാർഡ് മെമ്പർ ലിനിമോൾ ജോസ്, കുട്ടിയുടെ പിതാവ് എന്നിവരുടെ പേരിൽ നെടുങ്കണ്ടം ഫെഡറൽ ബാങ്കിൽ ഒരു അക്കൗണ്ട് എടുത്ത് ചികിത്സാ സഹായത്തിനുള്ള കമ്മിറ്റി ആരംഭിച്ചിട്ടുണ്ട്. ഈ നാട്ടിലെ നെടുങ്കണ്ടം പ്രദേശത്തെ ആളുകൾ മുൻപും ഇതേപോലുള്ള ഘട്ടങ്ങളിൽ ചികിത്സാ സഹായവുമായി വരുമ്പോൾ കൈമീ മറന്ന് സഹായിക്കുകയും അങ്ങനെ നിരവധി പേരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേവലം 7 വയസ്സ് മാത്രമുള്ള ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ നെടുങ്കണ്ടത്തെ എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളും തയ്യാറാകണമെന്നും അഡോണിന്റെ പിതാവ് സിനോയിയുടെ പേരിൽ നെടുങ്കണ്ടം ഫെഡറൽ ബാങ്കിൽ ആരംഭിച്ചിരിക്കുന്ന അക്കൗണ്ടിലേക്ക് സംഭാവനകൾ നൽകണമെന്ന ചികിത്സാ സഹായ സമിതി ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. സുമനസ്സുകളുടെ സഹായത്തോടെ അഡോണിനെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താം എന്ന വിശ്വാസത്തിലാണ് നാട്. മഴക്കാലം ആരംഭിച്ചതോടെ മൂന്നാർ ടൗണിൽ നിന്നും ഹൈറേഞ്ച് ആശുപത്രിയിലേക്ക് പോകുന്ന റോഡ് കൂടുതൽ ശോചനീയാവസ്ഥയിൽ. ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം കഴിഞ്ഞ കുറേ നാളുകളായി നിലനിൽക്കുന്നതാണ്. ആശുപത്രിയിലേക്ക് എത്തുന്ന ആംബുലൻസുകൾ അടക്കം തകർന്നു കിടക്കുന്ന ഈ റോഡിലൂടെയാണ് കടന്നുപോകുന്നത്. ഇനിയും കാലതാമസം വരുത്താതെ ഈ റോഡിന്റെ നവീകരണ ജോലികൾ നടത്തണമെന്നാണ് ആവശ്യം. മൂന്നാർ മേഖലയിലെ ആളുകൾ ഏറ്റവും അടിയന്തര സാഹചര്യങ്ങളിൽ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് ഹൈറേഞ്ച് ആശുപത്രി. മൂന്നാർ നല്ലതണ്ണി പാലം ജംഗ്ഷൻ മുതൽ ആശുപത്രി വരെയുള്ള ഭാഗത്താണ് റോഡ് തകർന്നു കിടക്കുന്നത്. റോഡിൽ നിരവധിയിടങ്ങളിൽ കുഴികൾ രൂപം കൊണ്ടിട്ടുണ്ട്. തകർന്നു കിടക്കുന്ന ഈ റോഡ് രോഗികളെ വലയ്ക്കുകയാണ്. ആശുപത്രിയിലേക്ക് എത്തുന്ന ആംബുലൻസുകളടക്കം തകർന്നു കിടക്കുന്ന ഈ റോഡിലൂടെയാണ് കടന്നു പോകുന്നത്.
பல பகுதியில் ரோடு நல்லா இருந்தாலும் இந்த ஹைர் மூணாறுலேருந்து இந்த ஹாஸ்பிட்டலுக்கு வரக்கு ஒரு 500 மீட்டர் ரோடு பார்த்தீங்கன்னா ரொம்ப மோசமான நிலையில் இருக்குது. இந்த ரோட்டு வழியாக இந்த கேடிஎஃப்சி தமிழோட எம்பி போகிறாரு, இந்த ஹாஸ்பிட்டலில் டீன் போகிறாரு, இந்த ரோட்டு வழியாக பல அரசியல் அதிகாரிகள் போகிறாங்க, எல்லா அதிகாரிகளும் போகிறாங்க. ஆனால் இந்த ரோடை சரி பண்ணுறதுக்கு யாரும் முன் வர மாட்டேங்காங்க. கடந்த வாரத்தில் பார்த்தீங்கன்னா எம்எல்ஏ ஒரு அறிக்கை விட்டுருந்தாரு, ஜிஹெச் ரோடை சரி பண்ணுறதுக்கு 5 லட்ச ரூபா ஃபண்டு ஒதுக்கியிருக்கேன்னு சொல்லி. இது உண்மையா பொய்யான்னு சொல்லி தெரியல. அதே பாகத்தில் பார்த்தீங்கன்னா ப்ளோக் பஞ்சாயத்துலேருந்து ஃபண்டு ஒதுக்குன்னு சொல்லியிருக்காங்க. அது உண்மையா பொய்யான்னு சொல்லி தெரியல. இவங்கெல்லாம் இந்த வாக்கு எலெக்ஷன் வரப்போகிற டைமில் இந்த மாதிரி ஒரு வாக்குதானத்தை அறிவிக்காங்களான்னு சொல்லி தெரியல. ஆனால் வந்துட்டு ஃபண்டு 5 லட்சம் ரூபா ஒதுக்கியிருந்தாங்க அப்படின்னா தயவு செய்து உடனடியாக இந்த ரோடுக்கு ஃபண்டை ஒதுக்கி வேலை செஞ்சு கொடுக்குமாறு மிக தாழ்மையும் കേട്ടുകൊള്ളുகிறோം. മഴക്കാലം ആരംഭിച്ചതോടെ ഈ റോഡിന്റെ അവസ്ഥ കൂടുതൽ ശോചനീയമായി. തകർന്നു കിടക്കുന്ന റോഡിലൂടെ ഇരുചക്ര വാഹന യാത്രികരും മറ്റ് ചെറുവാഹനങ്ങളും ഏറെ പ്രയാസം അനുഭവപ്പെട്ടാണ് കടന്നു പോകുന്നത്. ഇരുചക്ര വാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങളുമുണ്ട്. മൂന്നാറിലേക്ക് എത്തുന്ന വിദേശ വിനോദസഞ്ചാരികളടക്കം ചികിത്സയ്ക്ക് ഹൈറേഞ്ച് ആശുപത്രിയിൽ എത്താറുണ്ട്. ഇവരൊക്കെയും തകർന്നു കിടക്കുന്ന ഈ റോഡിലൂടെ സഞ്ചരിക്കണം. ഇനിയും കാലതാമസം വരുത്താതെ റോഡിന്റെ നവീകരണ ജോലികൾ നടത്തണമെന്നാണ് ആവശ്യം. കാലവർഷം തുടരുന്നതിനിടെ തുടർച്ചയായ 4ാം ദിവസവും ഹൈറേഞ്ച് മേഖല ഇരുട്ടിൽ. അയ്യപ്പൻകോവിൽ, പീരുമേട്, ഏലപ്പാറ, ഉപ്പതറ, വണ്ടിപ്പെരിയാർ, കുമളി പഞ്ചായത്തുകളിലെയും കട്ടപ്പന നഗരസഭയുടെയും വിവിധ ഭാഗങ്ങളിലാണ് ദിവസങ്ങളായി വൈദ്യുതി ഇല്ലാത്തത്. ഏതാനും സ്ഥലങ്ങളിൽ മാത്രമാണ് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത്. ഇതോടെ മിക്കയിടത്തും ജനജീവിതം ദുസ്സഹമായി. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ മരുതുംപേട്ട, ഹെവൻവാലി മേഖലകളിൽ ഞായറാഴ്ച നഷ്ടമായ വൈദ്യുതി ബന്ധം ഇതുവരെ പുനഃസ്ഥാപിച്ചിട്ടില്ല. വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിലും സ്ഥിതി ഇതുതന്നെ. 4 ദിവസമായി വൈദ്യുതി ഇല്ലാതെ വന്നതോടെ മൊബൈൽ ഫോണുകളടക്കം നിശ്ചലമായി. പലരും പകൽ സമയങ്ങളിൽ ടൗണുകളിൽ ജനറേറ്റർ ഉള്ള സ്ഥാപനങ്ങളിലെത്തിയാണ് മൊബൈൽ ഫോണുകളടക്കം ചാർജ് ചെയ്യുന്നത്. പിഞ്ചുകുട്ടികളും വാർദ്ധക്യമായവരും രോഗികളുമുള്ള വീടുകളിലെ സ്ഥിതിയാണ് ഏറെ ദുഷ്കരം. തണുത്ത അന്തരീക്ഷത്തിൽ സൂക്ഷിക്കേണ്ട മരുന്നുകളടക്കം കേടായതായി ആളുകൾ പറയുന്നു. മുൻ വർഷങ്ങളിലും മഴ സമയത്ത് വൈദ്യുതി മുടങ്ങാറുണ്ടെങ്കിലും തൊട്ടടുത്ത ദിവസം തന്നെ ഇത് പുനഃസ്ഥാപിക്കുന്നതാണ് പതിവ്. എന്നാൽ ഇത്തവണ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ വൈകുന്നത് ജനജീവിതം തന്നെ സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. മോട്ടോർ പ്രവർത്തിപ്പിക്കാൻ കഴിയാതെ വന്നതോടെ ജലവിതരണ പദ്ധതികളും അവതാളത്തിലായതായി നാട്ടുകാർ പറയുന്നു. കുണ്ടറമ്പാറ, ശാന്തിപ്പിടി, കവളപ്പാറ ദുരിതമായ മേഖലയാണ്. അവിടെ കറണ്ടില്ല. 5 ദിവസമായി. ഈ 5 ദിവസവും നമ്മളിവിടെ വന്ന് കംപ്ലൈൻറ്റ് ചെയ്തതാണ്. ഇതുവരെ ഒരു റെസ്പോണ്ടിങ് ഒന്നും ഉണ്ടായിട്ടില്ല ഇവരുടെ ഭാഗത്തുനിന്ന്. അപ്പം നമുക്ക് നൈറ്റ് കടയാണ്. വീട്ടിലുണ്ടാക്കുന്ന സാധനം വീട്ടിലാണ് ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കി കഴിയുമ്പോൾ അത് വീട്ടിൽ കൊണ്ടുവന്ന് വേണം നമുക്ക് കട തുറക്കാം. ഈ 5 ദിവസമായിട്ട് ഞങ്ങൾ 3-4 പേര് തൊഴിലാളികൾ പണികളിരിക്കുന്നത്. അത് തുറക്കാൻ സാധനം ഇതുവരെ പറ്റിയിട്ടില്ല. പലയിടത്തും കുടിവെള്ളം പോലും കിട്ടാനില്ലാത്ത സ്ഥിതിയാണ്. ഇതോടെ മഴവെള്ളം ഉപയോഗിച്ചാണ് പലരും ഭക്ഷണം പാകം ചെയ്യുന്നതെന്നും നാട്ടുകാർ പറഞ്ഞു. ജീവനക്കാർ വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുകയാണ്. അവരോട് കൃത്യമായ നന്ദി ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഗവൺമെന്റ് ഈ കാര്യത്തിലൊരു വലിയ അനാസ്ഥയാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളൊന്നും തന്നെ KSBക്ക് ഇത്തരം വിഷയം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു കറണ്ട് വന്നാൽ ഒരു 5 മിനിറ്റിൽ പോലും കൂടുതലായിട്ട് കറണ്ട് നിൽക്കുന്നില്ല. വീണ്ടും അത് ഓഫായി പോവുകയാണ്. മോട്ടോർ ഓണാക്കാൻ സാധിക്കുന്നില്ല. കുടിവെള്ള പദ്ധതികൾ നമുക്ക് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ എത്ര മേഖലയിലും KSB ഒരു വലിയ പരാജയമായി മാറിയ സാഹചര്യമുണ്ട്. അടിയന്തരമായി ബഹുമാനപ്പെട്ട കളക്ടർ ഉൾപ്പെടെ KSB ഡിപ്പാർട്ട്മെന്റ് ഇടപെട്ട് ഈ വിഷയത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തി ബന്ധപ്പെട്ട ജീവനക്കാരെ അധികമായി വർദ്ധിപ്പിച്ചുകൊണ്ട് താൽക്കാലികമായിട്ടെങ്കിലും ആളുകളെ എടുത്തുകൊണ്ട് ഈ വിഷയത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ ആളുകൾ വിളിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് ഈ വിഷയങ്ങൾ സംബന്ധിച്ച് ബോധിപ്പിക്കാനുള്ളത് ഉദ്യോഗസ്ഥന്മാരാണ്, അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളോടാണ്. അവരെ വിളിക്കുമ്പോൾ അവർ റെസ്പോൺസ് പോലും കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് വലിയ പ്രതിസന്ധി ആളുകൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. മഴക്കാലത്തിന് മുമ്പേ ടച്ച് വെട്ടടക്കമുള്ള നടപടികൾ ചെയ്യാത്തതിനാൽ പലയിടങ്ങളിലും വൈദ്യുതി പോസ്റ്റുകളിലേക്കും ലൈനുകളിലേക്കും മരച്ചില്ലകൾ ഒടിഞ്ഞു വീഴുന്നത് പതിവായിരിക്കുകയാണ്. ഇതോടൊപ്പം മരച്ചില്ലകൾ വൈദ്യുതി ലൈനിൽ തട്ടി നിൽക്കുന്നത് വൈദ്യുതി മുടങ്ങുന്നതിനും കാരണമായി. മണ്ണിടിച്ചിലടക്കമുള്ള അടിയന്തര സാഹചര്യത്തിൽ മറ്റുള്ളവരെ ബന്ധപ്പെടാൻ പോലും സാധിക്കുന്നില്ലെന്നും പരാതിയുണ്ട്. കട്ടപ്പനയിൽ പതിവായി വൈദ്യുതി മുടങ്ങുന്നതിനെതിരെ വ്യാപാരി വ്യവസായി സമിതി നേതൃത്വം KSEBക്ക് നിവേദനം നൽകി. കാലവർഷം ആരംഭിച്ചതോടെ ദിവസങ്ങളായി കട്ടപ്പനയുടെ വിവിധ മേഖലകളിൽ വൈദ്യുതി മുടങ്ങിക്കിടക്കുകയാണ്. നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളെ അടക്കം വൈദ്യുതി മുടക്കം പ്രതികൂലമായി ബാധിച്ചു. കാലവർഷം ആരംഭിച്ചതോടെ KSEB കട്ടപ്പന ഡിവിഷന്റെ കീഴിൽ വൈദ്യുതി മുടക്കം പതിവായിരിക്കുകയാണ്. ദിവസങ്ങളോളമാണ് പല മേഖലയിലും വൈദ്യുതി മുടങ്ങിയിരിക്കുന്നത്. ഇതോടെയാണ് കട്ടപ്പന നഗരത്തിലും നഗരസഭാ പരിധിയിലും വൈദ്യുതി മുടക്കത്തിനെതിരെ പ്രതിഷേധവുമായി വ്യാപാരി വ്യവസായി സമിതി രംഗത്തെത്തിയത്. വിഷയം ചൂണ്ടിക്കാട്ടി KSEB അധികൃതർക്ക് സമിതി നിവേദനവും നൽകി. മഴ ആരംഭിച്ചതോടെ 30 മിനിറ്റ് ഇടവിട്ട് വൈദ്യുതി മുടങ്ങുന്ന സാഹചര്യമാണ് നിലവിൽ. ഇത് ബേക്കറി, ബോർമ, മെഡിക്കൽ സ്റ്റോർ അടക്കമുള്ള സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചു. ബില്ലടയ്ക്കാൻ താമസിക്കുമ്പോൾ ഫ്യൂസ് ഊരാൻ കാണിക്കുന്ന അതേ വേഗത തടസ്സങ്ങൾ പരിഹരിക്കാൻ കാണിക്കണമെന്ന് വ്യാപാരി വ്യവസായി സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് മജീഷ് ജേക്കബ് പറഞ്ഞു. വൈദ്യുതി ഇല്ലാതായിട്ട് 5 ദിവസത്തോളമായി.
അപ്പോൾ അതിന് വേണ്ട ഒരു പരിഹാരങ്ങൾ കട്ടപ്പന KSEBിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ഇത് വേനൽക്കാലങ്ങളിൽ ഇവർ മെയിൻ്റനൻസ് വർക്കാണെന്നും ടച്ച് വർക്കാണെന്നും പറഞ്ഞ് ലൈൻ ഓഫ് ചെയ്യുമ്പോൾ അതിൻ്റെ പരാതി അറിയിക്കാൻ നമ്മൾ വരുമ്പോൾ അന്നേരം നമ്മളോട് പറയുന്നത് ഈ മഴക്കാലം ആരംഭിക്കുമ്പോൾ നിങ്ങൾക്ക് വൈദ്യുതി തടസ്സമില്ലാതെ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ ഈ മെയിൻ്റനൻസ് വർക്കുകൾ നടക്കുന്നതെന്ന് പറഞ്ഞ് അന്ന് ലൈനുകൾ ഓഫ് ചെയ്ത് വർക്കുകൾ നടത്താറുണ്ട്. എന്നാൽ ഒരു ചെറിയ മഴ ആരംഭിക്കുമ്പോൾ മുതൽ കട്ടപ്പന നഗരത്തിൽ കറണ്ട് ഇല്ലാതായി പോകുന്ന ഒരു രീതിയിലോട്ട് വരുന്നു. ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് അതിൻ്റെ അകത്ത് കൃത്യമായിട്ടുള്ള അലംഭാവം ഉണ്ടാകുകയും ഇവർ കരാർ തൊഴിലാളികൾക്ക് ഇത് വർക്കുകൾ കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് തൊഴിലാളികൾ കൃത്യമായിട്ട് ജോലി ചെയ്യാതെയും ആ കരാർ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് കട്ടപ്പന KSEB അവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ ഒരു അവസ്ഥയിലോട്ട് കട്ടപ്പനയിൽ വൈദ്യുതിയുടെ ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു മാറ്റം ഉണ്ടാകണം എന്ന് ഞങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് ബില്ലടയ്ക്കുന്നതിൽ എന്തെങ്കിലും ഒരു കാലതാമസം ഉണ്ടായാൽ ആ സമയത്ത് തന്നെ അവിടുത്തെ കറണ്ട് വിച്ഛേദിക്കുകയും അവിടെ വൈദ്യുതി തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യുന്ന നടപടിക്രമങ്ങൾ KSEBിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറുണ്ട്. ആ രീതിയിൽ തന്നെ ഇവിടെ വേണ്ട സേവനങ്ങൾ വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും ചെയ്തു കൊടുക്കേണ്ടത് ഇവരുടെ കടമയാണ്, ഉത്തരവാദിത്തമാണ്. ആ ഒരു രീതിയിലുള്ള നിലപാടുമായിട്ട് മുമ്പോട്ട് പോയില്ലെങ്കിൽ കട്ടപ്പനയിലെ വൈദ്യുതി തടസ്സത്തിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ വ്യാപാരി വ്യവസായി സമിതി ശക്തമായിട്ടുള്ള സമര പരിപാടികളുമായി മുമ്പോട്ട് പോകുന്നതാണ്. വേനൽക്കാലത്ത് ടച്ച് വെട്ടുന്നതും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതും മൂലം വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നത് KSEBിയുടെ സ്ഥിരം രീതിയായിരുന്നു. ഇത് ചോദ്യം ചെയ്തപ്പോൾ മഴക്കാലത്ത് തടസ്സമില്ലാതെ വൈദ്യുതി ലഭിക്കാനാണെന്ന മറുപടിയാണ് ലഭിച്ചത്. എന്നാൽ ചെറിയ മഴ പെയ്യുമ്പോൾ തന്നെ നഗരത്തിൽ വൈദ്യുതി മുടങ്ങുകയാണ്. മഴ ആരംഭിച്ച ശേഷമാണ് മരം വെട്ടൽ അടക്കമുള്ള ജോലികൾ നടക്കുന്നത്. ഇത് നഗരത്തിൽ ഗതാഗതക്കുരുക്കിനും കാരണമായി. നഗരത്തിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് കൃത്യമായ പരിഹാരം കണ്ടില്ലെങ്കിൽ കുത്തിയിരിപ്പ് സമരമടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്നും സമിതി നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. കാഞ്ചാർ സ്വരാജിൽ വീടിന് മുകളിലേക്ക് മരം വീണ അപകടം. വീടിന് സമീപത്ത് നിന്നിരുന്ന വലിയ ഈട്ടിമരം മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് 3 വർഷമായി വിവിധ ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടും നടപടി ഉണ്ടായിരുന്നില്ല. വിഷയത്തിൽ ജില്ലാ കളക്ടർ അടക്കം ഇടപെട്ടിട്ടും മരം മുറിച്ചു മാറ്റാതെ വന്നതിനൊടുവിൽ കഴിഞ്ഞ ദിവസമാണ് മരം വീടിന് മുകളിലേക്ക് പതിച്ചത്. സ്വരാജ് ഗോപുരം വീട്ടിൽ സിറിലിന്റെ വീടിന് സമീപം നിന്ന ഈട്ടിമരമാണ് ബുധനാഴ്ച വീടിന് മുകളിലേക്ക് പതിച്ചത്. മരം വീണ സമയത്ത് ഇദ്ദേഹം ഇവിടെയുണ്ടായിരുന്നു. പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. വീടിന്റെ ഭിത്തികൾക്ക് വിള്ളലേറ്റിട്ടുണ്ട്. കൂടാതെ മേൽക്കൂരയ്ക്കും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു. ബുധനാഴ്ച മരം വീണ സമയത്ത് ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചിരുന്നു. എന്നാൽ ഇവർ സ്ഥലത്തെത്തിയെങ്കിലും മരം മുറിച്ചു മാറ്റാൻ പ്രയാസമാണെന്ന് പറഞ്ഞ് മടങ്ങിയതായും ഇദ്ദേഹം പറഞ്ഞു. 3 വർഷം മുൻപ് ഇടുക്കി ജില്ലാ കളക്ടർ, കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത്, ADM എന്നിവർക്ക് രേഖാമൂലം ഇദ്ദേഹം പരാതി നൽകിയിരുന്നു. ഇതിന് പ്രകാരം ബന്ധപ്പെട്ട അധികൃതർ സ്ഥലത്തെത്തി മരം ഉടൻ മുറിച്ചു മാറ്റാമെന്ന വാഗ്ദാനം നൽകി മടങ്ങിയതല്ലാതെ നടപടിയൊന്നും ഉണ്ടായില്ല. തുടർന്ന് വീണ്ടും പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല. ഇതിനിടെയാണ് ബുധനാഴ്ചയുണ്ടായ ശക്തമായ കാറ്റിൽ ഈട്ടിമരം കടപുഴകി വീടിന് മുകളിലേക്ക് പതിച്ചത്. 2 വർഷമായിട്ട് ഇതിന് പുറകെ നടക്കുകയാണ്. എല്ലാവരും വന്ന് നോക്കും, ലാസ്റ്റ് വന്ന് നോക്കി ചപ്പഴേ പോകും. ഇന്നലെയും വന്ന് നോക്കിയായിരുന്നു. എൻ്റെ പെര മൊത്തം പോയിരിക്കുകയാണ്. പെരയ്ക്ക് ഒത്തിരി നാശനഷ്ടമുണ്ട്. എൻ്റെ എല്ലാ ജീവിത പ്രസിദ്ധിയായിരിക്കുകയാണ് എല്ലാ കാര്യത്തിലും. നിലവിൽ ഈ വീട് അപകടാവസ്ഥയിലായി. മരം വീടിന് മുകളിൽ നിന്ന് മുറിച്ചു മാറ്റാതെ മണിക്കൂറുകളായി കിടന്നതുമൂലം വീട് കൂടുതൽ അപകടാവസ്ഥയിലേക്ക് മാറിയതായി ഇദ്ദേഹം പറഞ്ഞു. വീടിന്റെ തകർന്ന ഭാഗങ്ങൾ ഇനി പുനർനിർമ്മിക്കണമെങ്കിൽ വലിയ തുക കണ്ടെത്തേണ്ടി വരും. അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ കെടുകാര്യസ്ഥിതിയാണ് തനിക്ക് ദുരവസ്ഥ ഉണ്ടാകാൻ കാരണമെന്ന് ഇദ്ദേഹം പറയുന്നു. ശക്തമായ മഴയിൽ ഇരട്ടയാറിൽ മണ്ണിട്ട് ഇടിഞ്ഞ വീടുകൾ അപകടാവസ്ഥയിൽ. 4 സെന്റ് കോളനിയിൽ താമസിക്കുന്ന കറുകയിൽ സോമൻ, സമീപവാസിയായ അനിത എന്നിവരുടെ വീടുകളാണ് അപകടാവസ്ഥയിലായത്. ഈ ഭാഗത്ത് റോഡ് കോൺക്രീറ്റിംഗുമായി ബന്ധപ്പെട്ട് വീടുകൾക്ക് മുൻവശത്തെ മണ്ണ് എടുത്തിരുന്നു. ഈ ഭാഗമാണ് മഴയത്ത് ഇടിഞ്ഞത്. ഇരട്ടയാർ 4 സെന്റ് കോളനിയിലാണ് വീടുകൾക്ക് മുൻവശത്തെ മൺതിട്ട ഇടിഞ്ഞ വീടുകൾ അപകടാവസ്ഥയിലായത്. കഴിഞ്ഞ ദിവസം ഇതുവഴിയുള്ള റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി വീടുകളുടെ മുൻവശത്തെ മണ്ണെടുത്തിരുന്നു. തുടർന്ന് വലിയ തിട്ടയായി നിലകൊണ്ടു. കഴിഞ്ഞ ദിവസം ശക്തമായ മഴയാണ് ഇവിടെ അനുഭവപ്പെട്ടത്. ഇതോടെയാണ് വീടുകൾ അപകടാവസ്ഥയിലായത്. മഴ ശക്തമായി തുടർന്നാൽ കൂടുതൽ ഭാഗം ഇടിയാൻ സാധ്യതയുണ്ടെന്ന് വീട്ടുകാർ പറയുന്നു. ഈ റോഡ് ഇതിലെ പണിതു, നമുക്ക് അതിനകത്തൊരു കുഴപ്പങ്ങളൊന്നുമില്ല, എല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ റോഡ് പണിതപ്പം ഈ വീട് രണ്ടും ഭയങ്കര അപകടാവസ്ഥയിലായിരിക്കും. എന്നാണെന്ന് ചോദിച്ചാൽ മണ്ണെടുത്തപ്പം അവരത് വേണ്ടുന്ന പോലെ ചെയ്യാത്ത ഒരു സംഭവം ഉണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഈ റോഡിൻ്റെ അളവും കാര്യങ്ങളും ഇങ്ങനെയല്ല നിലവിൽ. ഇത് മെമ്പറും ഇവിടെയുള്ള ചവർണ വർഗീച്ചേട്ടൻ ഷായിച്ചേട്ടനാണ് ഇത് കോൺട്രാക്ടറുണ്ട്. പുള്ളിയുടെ പണിക്ക് ഞങ്ങൾക്കൊരു കുഴപ്പം ഞങ്ങൾ നാട്ടുകാരും പറയുന്നില്ല. വഴി ഞങ്ങൾക്ക് ഇതിൽ അത്യാവശ്യമാണ്. ഇത് പണിയിപ്പിച്ച ആൾ വന്നു നിന്ന് അങ്ങോട്ട് മാന്തിക്കോ ഇങ്ങോട്ട് മാന്തിക്കോ എന്നും പറഞ്ഞൊന്ന് മാന്തിയതിൻ്റെ ഫലമാണ്
ഇന്ന് ഈ വീട് രണ്ടും ഇതുപോലെ അപകടാവസ്ഥയിലായിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനൊരു തീരുമാനമുണ്ട്. റോഡ് കോൺക്രീറ്റിംഗിനായി മണ്ണ് മാറ്റിയ സമയത്ത് തന്നെ അപകട ഭീഷണി ഇവർ ചൂണ്ടിക്കാട്ടിയതാണ്. ഇത് അവഗണിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. നിലവിൽ മണ്ണിടിഞ്ഞ ഭാഗത്ത് പടുതയിട്ട മൂടിയിരിക്കുകയാണ്. കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ കണ്ടിജന്റ് എംപ്ലോയീസ് കോൺഗ്രസ് INTUC കട്ടപ്പന നഗരസഭ ഓഫീസ് പടിക്കൽ ധർണ നടത്തി. കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ കോർപ്പറേഷൻ കണ്ടിജന്റ് ജീവനക്കാരെ പൊതു സർവീസിൽ ഉൾപ്പെടുത്തുക, സ്പെഷ്യൽ സർവീസ് റൂളിൽ നിന്ന് സർക്കാർ പിന്തിരിയുക, കണ്ടിജന്റ് ജീവനക്കാരുടെ പൊതു സർവീസ് പ്രവേശനത്തെ തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ ജാഗരൂകരാകുക, ഒരു വകുപ്പിന് കീഴിൽ 2 തരം നിയമം സർക്കാർ ഉപേക്ഷിക്കുക, പെൻഷൻ പ്രായം 65 വയസ്സായി ഉയർത്തുക, 5 വർഷം പൂർത്തിയാക്കിയ എല്ലാ ദിവസവേതന ജീവനക്കാരെയും സ്ഥിരപ്പെടുത്തുക, ദിവസവേതന സർവീസ് പുതുതായി നിജപ്പെടുത്തി റെഗുലർ സർവീസിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചത്. കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ആനുകൂല്യം നൽകുന്ന ക്രമീകരണങ്ങളിലേക്ക് പോകുമ്പോൾ ഇത്തരത്തിലുള്ള അടിസ്ഥാന പ്രവർത്തനങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന തൊഴിലാളികളെ സംരക്ഷിക്കുവാനുള്ള നിലപാടുകൾ ഈ ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല എന്ന് പറയുന്നത് വളരെ പ്രതിഷേധാർഹമാണ്. CPM എന്ന് പറയുന്നത്, LDF എന്ന് പറയുന്നത് തൊഴിലാളി വർഗ പ്രസ്ഥാനമാണ്. ആ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിലൂടെ ഈ ഗവൺമെന്റ് അധികാരത്തിൽ കടന്നു വന്നപ്പോൾ തൊഴിലാളികളെ സംരക്ഷിക്കാനുള്ള നിലപാട് ഈ ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല. ഇന്നൊരു ബൂർഷ്വാ പാർട്ടിയായി ഈ ഗവൺമെന്റ് മാറിയിരിക്കുകയാണ്. ഇവിടെ പിണറായി വിജയന്റെ ദല്ലാളന്മാർക്കും പിണറായി വിജയന്റെ മകൾക്കും മരുമകൾക്കും മാത്രമായി നടത്തുന്ന ഒരു ഭരണ സംവിധാനമായി പോയിരിക്കുകയാണ്. ഇവിടെ ഉദ്യോഗസ്ഥ രാജാണ് ഓരോ മേഖല നടന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഇഷ്ടമുള്ള ഉദ്യോഗസ്ഥന്മാർ രാജ് നമ്മുടെ ഓഫീസ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അത്തരത്തിൽ എല്ലാ തരത്തിലും പരാജയപ്പെട്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ്, ഈ ഗവൺമെന്റിനെ തുടച്ചു നീക്കിയെങ്കിൽ മാത്രമേ ഇത് നമ്മുടെ സംസ്ഥാനത്ത് സുസ്ഥിരമായ ഒരു ഭരണം ഉണ്ടാകുകയുള്ളൂ. യൂണിയൻ പ്രസിഡന്റ് സിബി പാറപ്പായി അധ്യക്ഷനായിരുന്നു. KLGS സംസ്ഥാന കമ്മിറ്റി അംഗം ജിൻ സിറിയക്, യൂണിയൻ സെക്രട്ടറി ബിബിൻ തോമസ്, ബിജു മാത്യു മറ്റത്തിൽ, അരുൺകുമാർ, ഷാജൻ ഇബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു. പുനർനിർമ്മാണത്തെ തുടർന്ന് താൽക്കാലികമായി അടച്ചിട്ട കട്ടപ്പന ഇടശ്ശേരി ജംഗ്ഷൻ പുതിയ ബസ് സ്റ്റാൻഡ് റോഡ് അനധികൃതമായി സാമൂഹ്യവിരുദ്ധർ തുറന്നു നൽകിയെന്ന് പരാതി. റോഡിൽ ഭാഗികമായി പ്രവേശനം തടഞ്ഞുകൊണ്ടുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങളാണ് രാത്രിയുടെ മറവിൽ ചിലർ എടുത്തുമാറ്റിയത്. നിരവധി പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ഇടശ്ശേരി ജംഗ്ഷൻ പുതിയ ബസ് സ്റ്റാൻഡ് റോഡ് നവീകരണം ആരംഭിച്ചത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് റോഡ് ഉയർത്തി ടൈലുകൾ പാകിയിരുന്നു. തുടർന്ന് 20 ദിവസത്തേക്കാണ് റോഡ് അടച്ചിട്ടിരുന്നത്. എന്നാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രവേശനം നിരോധിച്ചു കൊണ്ടുവച്ചിരുന്ന മുന്നറിയിപ്പ് സംവിധാനങ്ങൾ സാമൂഹിക വിരുദ്ധർ എടുത്തുമാറ്റിയെന്നാണ് പരാതി. ആയതിനാൽ റോഡ് ടൈലിട്ട സൈഡെല്ലാം കോൺക്രീറ്റ് ചെയ്ത് ചെറിയ വാഹനങ്ങൾ കടത്തിവിടാൻ വേണ്ടി മാത്രമാണ് സൈഡിൽ കൂടി ചെറിയ ഒരു വഴി കൊടുത്തത്. അപ്പോൾ റോഡ് ബ്ലോക്ക് ചെയ്തിരുന്ന കയറുകളും ബ്ലോക്ക് ചെയ്തിരുന്ന വീപ്പകളും എഴുതി വെച്ചിരുന്ന ബാനറുകളുമെല്ലാം ഇന്നലെ രാത്രിയിൽ ആരോ സാമൂഹ്യ വിരുദ്ധരെ നീക്കം ചെയ്ത് റോഡ് ഔദ്യോഗികമല്ലാതെ തുറന്നു കൊടുക്കുകയാണ് ചെയ്തത്. ഇത് വലിയ വാഹനങ്ങൾ കടന്നുപോയാൽ ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞു പോകും എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ക്യൂറിംഗ് പീരീഡ് കഴിഞ്ഞിട്ടില്ലാത്തതിനാലാണ് വഴി ബ്ലോക്ക് ചെയ്തിരുന്നത്. ഈ സമീപത്തെ കച്ചവടക്കാരാണ് ഈ വഴി തുറന്നു കൊടുത്തതെന്നും ഇത് തുറന്നതെന്നുമാണ് പറയപ്പെടുന്നത്. വീണ്ടും മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഓവർസിയർ അടക്കമുള്ള ആളുകൾ വന്ന് വഴി ബ്ലോക്ക് ചെയ്തപ്പോൾ ഇവിടെ സമീപത്തുള്ള വ്യാപാരികളും മറ്റും തടസ്സപ്പെടുത്തുകയും അവരോട് അതിക്രമിച്ചു കയറുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. ആയതിനാൽ 21 ദിവസത്തെ ക്യൂറിംഗ് പീരീഡാണ് ഉള്ളതെങ്കിൽ പോലും ഒരു 15 ദിവസമാകുമ്പോൾ തുറന്നു കൊടുക്കണമെന്നുള്ള കാഴ്ചപ്പാടിലാണ് മുനിസിപ്പാലിറ്റി നിന്നിരുന്നത്. ഇപ്പോൾ ചെറിയ വാഹനങ്ങൾ പോലും കടത്തിവിട്ടിരുന്ന സ്ഥാനത്ത് ഇവിടെയുള്ള ചില കടക്കാർ സമീപത്ത് വാഹനം കൊണ്ടുവന്നിട്ട് വഴി ബ്ലോക്ക് ചെയ്തിരിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ആയതിനാൽ ഇവിടുത്തെ യാത്രക്കാരും വാഹന ഗതാഗതരും ചുരുങ്ങിയ ദിവസങ്ങൾ കൂടി ഈ വഴി ബ്ലോക്ക് ചെയ്തിരിക്കുന്നതിനോട് സഹകരിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. മുന്നറിയിപ്പ് സംവിധാനങ്ങൾ എടുത്തുമാറ്റിയതോടെ ബസ് ഉൾപ്പെടെയുള്ള ഭാരവാഹനങ്ങൾ ഇതുവഴി കടന്നു വരുന്നതിന് കാരണമായി. ഇത് പുനർനിർമ്മിച്ച റോഡ് ഉറപ്പുവരുന്നതിനു മുമ്പ് ഇളകുന്നതിനും കാരണമായിട്ടുണ്ട്. ടൈലുകൾ പാകിയ റോഡ് വീണ്ടും ഇളകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. നഗരസഭ അധികൃതർ സ്ഥലത്തെത്തി റോഡിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചപ്പോൾ തടസ്സവുമായി ചില വ്യാപാരികൾ രംഗത്തെത്തുകയും മനഃപൂർവ്വം പ്രതിസന്ധികൾ ഉണ്ടാക്കുകയും ചെയ്തുവെന്നും പരാതിയുണ്ട്. നഗരസഭാ ഉദ്യോഗസ്ഥർ നിലവിൽ വീണ്ടും റോഡിലെ ഗതാഗതം നിരോധിച്ചു. വികസിത് കൃഷി സങ്കല്പ അഭിയാൻ കർഷക പരിശീലനവും കർഷക ശാസ്ത്ര അഭിമുഖത്തിനും ജില്ലയിൽ തുടക്കമായി. കർഷകരിലേക്ക് പുത്തൻ സാങ്കേതിക വിദ്യകൾ നേരിട്ടെത്തിക്കുന്നതിനും കർഷകരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞ് അതിനനുസൃതമായി ദേശീയ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ ഗവേഷണ പദ്ധതികൾ വിപുലീകരിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് രാജ്യവ്യാപക ക്യാമ്പയിനായ കൃഷി സങ്കല്പ അഭിയാൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. ക്യാമ്പയിനിൽ കാർഷിക ശാസ്ത്രജ്ഞരും വിദഗ്ധരും ഉദ്യോഗസ്ഥരും കർഷകരെ നേരിൽ കാണുകയും കൃഷി മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്യും. ജില്ലയിലെ ക്യാമ്പയിൻ കൃഷി വിജ്ഞാന കേന്ദ്രം ഇടുക്കിയുടെ നേതൃത്വത്തിൽ ആദ്യ ദിനം
അടിമാലി, കാന്തല്ലൂർ, വെള്ളത്തൂവൽ, മറയൂർ പഞ്ചായത്തുകളിൽ നടന്നു. ഇരുമ്പുപാലം ചില്ലിത്തോട് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ ഉദ്ഘാടനം ചെയ്തു. KVK സീനിയർ സയന്റിസ്റ്റ് ആൻഡ് ഹെഡ് ഡോക്ടർ R. മാരിമുത്തു അധ്യക്ഷനായിരുന്നു. കൃഷി ഓഫീസർ സിജി അനിൽ, ശാസ്ത്രജ്ഞരായ ഡോക്ടർ ടിൻസി വർഗീസ്, ഡോക്ടർ ഹാരിസ്, മഞ്ജു ജിൻസി വർഗീസ്, A. ആഷിബ തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു. ലയൺസ് ക്ലബ്ബ് ഓഫ് കട്ടപ്പന കാർഡമം വാലിയും കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയും സംയുക്തമായി രക്തദാന ക്യാമ്പ് നടത്തി. റീജിയണൽ ചെയർമാൻ രാജീവ് ജോർജ് രക്തദാനം നടത്തിക്കൊണ്ട് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ്ബ് ഓഫ് കട്ടപ്പന കാർഡമം വാലിയുടെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി നടത്തിവരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട് ഒരു ജീവകാരുണ്യ പ്രവർത്തനവും അതുപോലെ തന്നെ സേവന പ്രവർത്തനവുമായിട്ടാണ് ഈ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ കാലാവസ്ഥാ വ്യതിയാനവും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ നിലനിൽക്കുമ്പോൾ ബ്ലഡിൻ്റെ ആവശ്യം വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യം ഉണ്ട്. അതനുസരിച്ച് ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ സാമൂഹിക പ്രതിബദ്ധതയുമായിട്ട് മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇതിൽ നമ്മുടെ ക്ലബിലെ മെമ്പർമാരെല്ലാവരും വളരെ സജീവമായിട്ട് സഹകരിക്കുന്നുണ്ട്. പ്രസിഡന്റ് PM ഫ്രാൻസിസ്, സെക്രട്ടറി ജോൺ തോമസ്, ജോജി ജോർജ്, SRCB മനോജ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. കട്ടപ്പന സുവർണഗിരി അംഗൻവാടിയിൽ നിന്നും പടിയിറങ്ങുന്ന കുട്ടികൾക്ക് യാത്രയയപ്പ് നൽകി. നഗരസഭാ മുൻ ചെയർപേഴ്സൺ ബീന ജോബി ഉദ്ഘാടനം ചെയ്തു. MG യൂണിവേഴ്സിറ്റിയിൽ BSc മാത്തമാറ്റിക്സ് പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ പൂർവ്വ വിദ്യാർത്ഥിനി നൂബ അനൂപിനും കഴിഞ്ഞ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ അക്സ ബിജിക്കും ചടങ്ങിൽ വെച്ച് മൊമെന്റോ നൽകി. PTA പ്രസിഡന്റ് രഘു കുന്നുംപുറം അധ്യക്ഷത വഹിച്ചു. ഷീന മാത്യു, NK ഉഷ, അനിറ്റ ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. മാനത്ത് കാർമേഘം ഉരുണ്ടുകൂടുന്നതോടെ മനസ്സിൽ ആശങ്ക പേറുന്നവരാണ് മൂന്നാർ അന്തോണിയാർ നഗറിലെ കുടുംബങ്ങൾ. മഴ കനക്കുന്നതോടെ ഇവിടെ മണ്ണിടിച്ചിൽ ഭീഷണി രൂപം കൊള്ളുന്നതാണ് കുടുംബങ്ങളെ വലയ്ക്കുന്ന പ്രധാന പ്രശ്നം. ഓരോ മഴക്കാലത്തും ഇവർ വീട് വിട്ട് സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടി വരുന്നു. ഇത്തവണയും അതിൽ മാറ്റമുണ്ടായില്ല. ഇനിയെങ്കിലും തങ്ങളുടെ പുനരധിവാസം സാധ്യമാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. 2005 ജൂലൈ 25 അന്തോണിയാർ നഗറിൽ മണ്ണിടിച്ചിലുണ്ടായി. 6 വീടുകൾ പൂർണ്ണമായി തകരുകയും 4 പേരുടെ ജീവൻ നഷ്ടമാവുകയും ചെയ്തു. അന്നു തൊട്ടിങ്ങോട്ട് ഓരോ മഴക്കാലത്തും അന്തോണിയാർ നഗറിലെ കുടുംബങ്ങളുടെ മനസ്സിൽ ആശങ്ക നിറയും. മണ്ണിടിയുമോ എന്ന ഭയമാണ്. മഴ കനത്തു പെയ്യുന്നതോടെ സുരക്ഷിത ഇടത്തേക്ക് മാറണമെന്ന അധികൃതരുടെ പതിവ് നിർദ്ദേശമെത്തും. മറ്റു മാർഗങ്ങളില്ലാത്തതിനാൽ ഓരോ മഴക്കാലത്തും വീട് വിട്ട് കുടുംബങ്ങൾ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറി താമസിക്കും. ഈ മഴക്കാലത്തും അന്തോണിയാർ നഗറിലെ കുടുംബങ്ങളുടെ ആശങ്കയ്ക്കും ദുരിതത്തിനും കുറവൊന്നും ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. ஆனால் நிறைய பேர் கேம்புக்கு வரக்கு இஷ்டம் இல்லைன்னு சொல்லிட்டாங்க. ஏன்னா இது 20வது வருஷம் பிறந்துருச்சு. இது வரைக்கும் எங்களுக்கு எந்த ஒரு நடவடிக்கையும் இது வரைக்கும் நடைபெறல. 4 பேர் இறந்திருக்காங்க. அது முன்னதான் மிச்சமா போய் அந்த அனாதையாக்கப்பட்ட குடும்பம் தான் ஆயிருக்குது. அதனால இந்த வருஷமும் தான் நாங்க சொல்லி கவர்மெண்ட் சொல்லிட்டாங்களேன்றக்காக இந்த வீடு விட்டு நாங்க இறங்கி போறோம். இனி எப்படி ஆகுமோ என்ன ஆகுமோ எங்களுக்கு தெரியல. இந்த வருஷத்துல அரசாங்கம் எங்களுக்கு ஏதாவது நடவடிக்கை எடுக்குமா அப்படின்ற கேள்விக்குறியோடு கூட நாங்க இறங்கி போறோம். മണ്ണിടിച്ചിൽ ദുരന്തത്തിന് ശേഷം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ അന്തോണിയാർ നഗറിൽ ദുരന്ത മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിച്ചു. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശത്തു നിന്നും കുടുംബങ്ങളെ മറ്റൊരിടത്തേക്ക് മാറ്റി പാർപ്പിക്കണമെന്ന ആവശ്യം കഴിഞ്ഞ കുറെ കാലങ്ങളായി നിലനിൽക്കുന്നു. പക്ഷേ ഇന്നും അക്കാര്യത്തിൽ കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല. മഴ കനത്തതോടെ ഇത്തവണയും അന്തോണിയാർ നഗറിലെ 10ഓളം കുടുംബങ്ങൾ വീടുപേക്ഷിച്ച സുരക്ഷിത ഇടത്തേക്ക് മാറിക്കഴിഞ്ഞു. മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായി ഒപ്പമുണ്ടായിരുന്ന 4 പേരെ നഷ്ടമായിട്ട് 2 പതിറ്റാണ്ട് പൂർത്തീകരിക്കാൻ ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. പക്ഷേ ഇനിയും തങ്ങളുടെ ജീവന് സുരക്ഷിതത്വം നൽകാൻ പോന്ന ഇടപെടൽ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകാത്തതിൽ വലിയ അമർഷം ഈ കുടുംബങ്ങൾക്കുണ്ട്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ.
വണ്ടൻമേട് മാസ് എന്റർപ്രൈസസ് ഏലക്കാലയിലെ വിവരം. ആകലോട്ട 207, വിൽപ്പനയ്ക്ക് വന്നത് 49,973, വിൽപ്പന നടന്നത് 49,566, കൂടിയ വില 2,975, ശരാശരി വില 2,420. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 9,704 രൂപ, വെള്ളി 110. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കിയിൽ ശക്തമായ മഴ തുടരുന്നു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ജില്ലയിലെ 5 അണക്കെട്ടുകൾ ഉയർത്തി. കുമളി ചെക്ക് പോസ്റ്റിന് സമീപം ലോറിയിൽ മരം വീണ ഒരാൾ മരിച്ചു. വട്ടവടയിൽ കനാലിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ശക്തമായ മഴയെ തുടർന്ന് വണ്ടിപ്പെരിയാർ വാളാടി എസ്റ്റേറ്റിൽ തൊഴിലാളികൾ താമസിക്കുന്ന ലയത്തിന് മുകളിലേക്ക് വൻമരം കടപുഴകി വീണു. ലയത്തിന്റെ വശത്തായി നിർത്തിയിട്ടിരുന്ന 2 ഓട്ടോറിക്ഷകളും മരത്തിനടിയിൽപ്പെട്ടു. മഴ കനത്തതോടെ മണ്ണിടിച്ചിൽ ഭീഷണിയിൽ മൂന്നാർ അന്തോണിയാർ കോളനിയിലെ ജനങ്ങൾ. വണ്ടിപ്പെരിയാർ സർക്കാർ പോളിടെക്നിക് കോളേജിൽ രജത ജൂബിലിയോടനുബന്ധിച്ച് നിർമ്മിച്ച പുതിയ അക്കാദമിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. പുതുതായി നിർമ്മിച്ച അക്കാദമിക് ബ്ലോക്കിലെ പുതിയ കമ്പ്യൂട്ടർ ലാബിൽ ഓൺലൈൻ പരീക്ഷാ സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ലെങ്കിലും കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ്. ആശുപത്രികളിൽ അനാവശ്യ സന്ദർശനം ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.